ഹലോ ഹലോ, കളക്ടർ ശാലിനി വിഷ്ണുവാണ്. മാഡം. മാഡം, രോഹിത്തിനെ ജാമ്യത്തിലിറക്കാൻ ഒരാളും വരാതിരുന്നതുകൊണ്ടാ വൈഫിന്റെ നമ്പർ വിളിച്ച് വരാൻ പറഞ്ഞത്. നാളെ എന്തായാലും കോടതിയിൽ ഹാജരാക്കാം. അവിടെ വന്ന് ജാമ്യം എടുക്കാനുള്ള കാര്യങ്ങൾ നീക്കിയാൽ മതി. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നെയാ അയാളുടെ വൈഫിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്നാ ഓക്കെ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഓക്കെ മാഡം. നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം. ശ്യാമ അവിടെ നിന്ന് പോന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. ജാമ്യം നമ്മൾ എടുക്കണോ? രോഹിത്തിനെ ഇപ്പൊ അവന്റെ കൂട്ടത്തിൽ നിന്നവരെല്ലാം കൈവിട്ട സ്ഥിതിക്ക് നമ്മളല്ലാതെ വേറെ ആരാ അവനെ സഹായിക്കാനുള്ളത്? ഒന്നോർത്താ അതൊരു നല്ല കാര്യ. അവനിപ്പോഴെങ്കിലും മനസ്സിലാവുമല്ലോ അവന്റെ കൂട്ടത്തിൽ നിൽക്കുന്നവരുടെ തനിനിറം. നല്ല ബുദ്ധി തോന്നാൻ ഈശ്വരൻ ഒരു വഴി കണ്ടതാവും. നന്നായ മതിയായിരുന്നു, അല്ലെങ്കിൽ പഴയ പോലെ കുടിച്ചു കുടിച്ച് എവിടെയെങ്കിലും കിടന്ന് മരിക്കും. ദേ, ഇത് അവനുള്ള അവസാന ചാൻസാ. ഇതിലവൻ നന്നായില്ലെങ്കിൽ ഇനി അവന് വേണ്ടി ഒരു 5 പൈസ പോലും മുടക്കി പോരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. രോഹിത്, ഇയാൾക്ക് ജാമ്യം തരാതിരിക്കുന്ന എങ്ങനെയാ? ഇതിനു മുൻപ് ഒരു പെറ്റി കേസ് പോലും ഈ പൈതലിന്റെ പേരിൽ ഉണ്ടായിട്ടില്ലല്ലോ. അത് തന്നെയാ നേട്ടമായതും. രോഹിത്, ഞാനെന്താ ഇതിനകത്ത് ആജീവനെന്ന കിടക്കുന്നു നീ വിചാരിച്ചോ? രോഹിത്, ഞങ്ങള് ജാമ്യത്തിൽ ഇറക്കാൻ തന്നെയാ വന്നത്. ഇപ്പോഴോ? നിന്റെ വിശ്വസിച്ച് നിന്നിരുന്നെങ്കിൽ ഞാനിപ്പോ റിമാൻഡ് തടവുകാരനായിട്ട് ജയിലിൽ കിടന്നെ. രോഹിത്, ഒരു ദിവസം കിടന്നാ പിന്നെ ജയിൽ പുള്ളിയല്ലേ? രോഹിത്, ഞാൻ പറയുന്ന വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ കുഞ്ഞേച്ചിയുടെ ഏർപ്പാടല്ലേ, അത് ഇങ്ങനെയൊക്കെ വരും. നീ എന്ത് കരുതി ഞങ്ങൾ ഇവനെ അങ്ങ് ഉപേക്ഷിക്കുമെന്നോ? അങ്ങനെ നിന്നെ പോലെ മനസാക്ഷി ഇല്ലാത്തവരല്ല ഞങ്ങൾ. ഒരുത്തന്റെയും വേദന കണ്ട് സന്തോഷിക്കാനും ഞങ്ങൾക്ക് കഴിയില്ല. കൂട്ടത്തിൽപ്പെട്ടവനൊരു ആപത്തിൽപ്പെട്ട കൈയും മെയ്യും മറന്ന് അവന്റെ രക്ഷയ്ക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ ഓടുകയും ചെയ്യും. ഇന്നലെ രാത്രി ഓടി ഓട്ടം കൊണ്ടാ രോഹിത്തിന്റെ ജയിലിലേക്കുള്ള പോക്ക് തടയാനായത്. എനിക്കിപ്പോ മനസ്സിലായിടി എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന്. ആപത്തിൽ സഹായിക്കുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടത്, അല്ലാതെ ദ്രോഹിക്കുന്നവരുടെ കൂടെ അല്ല. പോകാം. രോഹിത്, രോഹിത്, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ബാപ്പച്ചി ഇനി ഉടനെ എഴുന്നേറ്റ് നടക്കില്ലെന്നാ ഡോക്ടർ പറയുന്നത്. എനിക്ക് ബാപ്പച്ചി അല്ലാതെ വേറെ ആരാ ഉള്ളത്? നൂറേ കരയില്ല. ഞാൻ ഇങ്ങനെ നൂറിനെ മനസ്സിലാക്കിയിരുന്നേ. എന്തിനും നേരിടാൻ കഴിയുന്ന തന്റെ ഇടമുള്ള കുട്ടിയിട്ടാ ഞാൻ നൂറിനെ കണ്ടിരുന്നേ. അങ്ങനെ തന്നെയാ വിഷ്ണുവേട്ടാ, ഞാൻ അങ്ങനെ തന്നെയാ. പക്ഷെ എന്റെ ഏക ആശ്രയം എന്റെ ബാപ്പച്ചി ആയിരുന്നില്ലേ? എന്റെ ബാപ്പച്ചിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? നൂറേ, അങ്ങനെയൊക്കെ ചിന്തിച്ചാ പിന്നെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? സുബേർക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു ചതി നിന്നെ പോലെ ഒരു പെൺകുട്ടിയോട് കാണിക്കാൻ ഒരു ദൈവത്തിനും പറ്റില്ല. വിഷമിക്കാതിരിക്കേ. വിഷ്ണുട്ടൻ പറഞ്ഞായിരുന്നു കുളിമുറിയിൽ കാല് തന്നെ വീണതാ അല്ലേ? അതെ ചേച്ചി, കാല് തന്നെ വീണതാ കുളിക്കാൻ പോയപ്പോ. അപ്പോ ഭിത്തിയിൽ തലയിടിച്ചു. ഭിത്തിയിലോ?
തറയിലില്ലേ? അതെ, തറയിലിടിച്ചത്. അപ്പോ ഇതിനു മുമ്പ് സുബൈറിക്കാക്കിയ തലചുറ്റലോ തലകറക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ അത് ഡോക്ടറെ അടുത്ത് പറയണം. അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നൂറേ, എന്നോട് സത്യം പറ. ഇന്നലെ ഞാൻ അവിടെ വന്നത് മുതൽ എന്റെ മനസ്സിൽ തോന്നിയ കുറെ സംശയങ്ങളുണ്ട്. സുബൈർക്ക് കുളിമുറിയിലൊന്നും വീണതല്ല, ശക്തമായിട്ട് ആരും തള്ളിയിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. മുറിവ് നല്ല ആഴത്തിൽ തന്നെ ഉള്ളത്. പറ നൂറേ, എന്താ ഉണ്ടായത്? അത് പിന്നെ വിഷ്ണുട്ട, നൂറേ, നീ ഞങ്ങൾക്ക് അനുജത്തി തന്നെയാ മോളെ. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും നിനക്ക് ധൈര്യമായിട്ട് ഞങ്ങളോട് പറയാം. സുബൈറിക്കാനെ ആരെങ്കിലും ഉപദ്രവിച്ചതാണോ? അത് പിന്നെ എന്തോ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ബാപ്പച്ചിയെ ആരാണെന്നറിയില്ല, തള്ളി താഴെയിട്ടതാ. പോലീസിനെ അറിയിക്കണ്ടെന്ന് ബാപ്പച്ചി തന്നെയാ പറഞ്ഞത്.